ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്ത് കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ രാവിലെ നമ്മളെ നിധി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ നികേഷിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നും നികേഷിന്റെ കൂടെയാണ് ഇപ്പൊ നമ്മളെ നിധി പോവാറ്. അവർ രണ്ടുപേരും ബസ്സിലാണ് കേട്ടോ പോകുന്നത്. സുഭാഷ് ഏട്ടൻ രണ്ടുപേർക്കുള്ള ഫുഡൊക്കെ ടിഫിനിലാക്കി കൊടുക്കുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ നിധിയെ ഡ്രോപ്പ് ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്, ഇന്ന് നിധി ഞാൻ കൊണ്ടുവിടാന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ബസ്സിൽ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സുധീഷിന് എങ്ങനെയെങ്കിലും ആ ഒരു ചാൻസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നമ്മളെ നിധി എങ്ങനെയായിട്ടും സമ്മതിക്കുന്നില്ല. അവള് ബസ്സിൽ നികേഷിന്റെ കൂടെ തന്നെ പോയിക്കോളാം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അഥവാ ബസ്സിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് ഡ്രോപ്പ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നികേഷ് ഇങ്ങനെ വായും തുറന്ന് നിൽക്കുന്നുണ്ടാവും. എന്തൊരു ആത്മാർത്ഥത, എന്തൊരു സ്നേഹം എന്നുള്ള ലെവലില്. സുധീഷിന്റെ ഓരോ സംസാരവും കേട്ടിട്ട് നിധിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട് കേട്ടോ. ബസ്സിൽ ആരെങ്കിലും ഒക്കെ തന്നെ ദേഹോപദ്രം ചെയ്താൽ എന്നെ വിളിച്ചാൽ മതി, അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് വളർത്തിയത്, അവിടെ പോവരുത് ഇവിടെ പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പൊത്തി വെച്ച് വളർത്തിയതാണ്. അഥവാ ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതുപോലെ എന്നെ സൗര്യം കെടുത്തും. അവിടെ അച്ഛൻ, ഇവിടെ വന്നപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഹരീഷ് അപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിക്കുന്നുണ്ട്. നികേഷും ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ഏട്ടത്തി ഇങ്ങനെ നമ്മളെ സുധീഷിനെ ഇങ്ങനെ തളർത്തുന്നത് കേട്ടിട്ട്, പോരാത്തതിന് ഞാൻ ഇന്ന് ഓഫീസിൽ വരാൻ, നിന്നെ ഇന്നലെ ചീത്ത വിളിച്ചില്ല, അയാളോട് രണ്ട് വർത്താനം പറയാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിധി പറയുന്നുണ്ട് കേട്ടോ, ആരും എന്നെ ചീത്ത വിളിച്ചെന്ന് നീ ഇന്നലെ പറഞ്ഞില്ലേ ചീത്ത വിളിച്ച കാര്യം. അത് ചീത്തയില്ലല്ലോ, എന്നോട് കാര്യം പറഞ്ഞതാണ്, എനിക്ക് അന്നേരം ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സുധീഷിന് അത് കേട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻ കേട്ടോ. നമ്മളെ നിധിയെ ചീത്ത വിളിച്ചു എന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ പറയുമ്പോൾ, എന്തിന് നിങ്ങൾ അങ്ങോട്ട് വരണം, നിങ്ങൾ ഓഫീസിൽ വന്നിട്ട് എന്ത് സംസാരിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സുധീഷിനോട് രണ്ട് പറഞ്ഞിട്ട് നമ്മളെ നിധി അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്തത്. നിധി പോയതിന് ശേഷം നമ്മളെ ഹരീഷ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മളെ സുധീഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന്റെ പേരിൽ ഹരീഷും അതുപോലെ തന്നെ സുധീഷും ചെറിയൊരു അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സുഭാഷ് ചേട്ടനാണ് അതിൽ മദ്യം പറഞ്ഞിട്ട് അത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി ജോലി സ്ഥലത്തൊക്കെ എത്തി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഫുഡ് കഴിക്കുന്നത്. ലഞ്ച് ടൈമിൽ എല്ലാവരും കൂടി കേട്ടോ ഫുഡ് കഴിക്കാൻ ഒരു ഹാളിൽ ഇരിക്കുന്നത്. നിധിയുടെ കൂടെ വേറൊരു കുട്ടിയുണ്ട്. അതിന്റെ അപ്പുറത്ത് ബാക്കിലായിട്ട് നമ്മളെ മോഹൻ സാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെ നിധിയെ കഴിഞ്ഞ ദിവസം ചീത്ത വിളിച്ച അയാൾ ഇരിക്കുന്നുണ്ട്. ഈ മോഹൻ സാറിന്റെ അടുത്ത് വന്നിട്ട് ഒരാള് സാറെ ചിക്കൻ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ മോഹൻ സാർ ചൂടാവുന്നുണ്ട്. അവർക്ക് അവരുടെ അമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകാനുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കാമായിരുന്നു. പക്ഷെ അയാൾ ഭയങ്കര റോങ് ആയിട്ടാട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ നിധിയുടെ കൂടെ ഇരിക്കുന്ന കുട്ടി പറയുന്നുണ്ട് കേട്ടോ, മോഹൻ സാർ ഇങ്ങനെ തന്നെയാണ്, എപ്പോഴാ എന്താ പറയാമെന്ന് അയാൾക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആള് പാവാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് റോങ് ആയിട്ടാണ് ആള് സംസാരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ചീത്ത കേട്ട സ്റ്റാഫ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മളെ നിധിയുടെയും അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന കുട്ടിയുടെയും അടുത്താണ് ഇരിക്കുന്നത്. അവർക്ക് വന്നിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്കൊരു കുഴപ്പമൊന്നുമില്ല, ഇവർ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരോട് കഴിക്കുന്ന ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരുന്നുണ്ട് കേട്ടോ ഈ മോഹൻ സാർ അടുത്തേക്ക്. അന്നേരം മോഹൻ സാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളോടും തട്ടി കയറുന്നുണ്ട് കേട്ടോ ഈ മോഹൻ സാറ്. ഒരു ഭയങ്കര മാന്യമായ രീതിയിലല്ല അയാൾ സംസാരിക്കുന്നത്. ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും ചൂടാവുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ നിധിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ സുധീഷിന്റെ കോളാണ്. ഫുഡ് കഴിച്ചോ, എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മളെ നിധി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചു, എന്താ ഇപ്പൊ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷിനോട് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പൊ എനിക്ക് ഇന്ന് സാമ്പാറായിരിക്കില്ല സുഭാഷ് ചേട്ടനെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇവിടെ വെച്ചിട്ട് പുറത്ത് പോയിട്ട് ബിരിയാണി കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ നമ്മളെ നിധിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നിധി പറയുന്നുണ്ട്, വെറുതെ എന്തിനാ കാശ് കളയുന്നത്, ഞാൻ ഉണ്ടാക്കിയ ഫുഡാണ്, കഴിച്ചോ എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഇപ്പോൾ നമ്മളെ നിധിയുടെ ഓഫീസിന്റെ അടുത്തുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നിധിയോട് പറയുന്നത്, എനിക്ക് ഇവിടെ ഒരു ഓട്ടം വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ വന്നതാണെന്നാണ് പറയുന്നത്. എന്താ സത്യം എന്നറിയില്ല. അപ്പൊ എന്തായാലും ഓഫീസിന്റെ ചുറ്റുപാടിലാണ് നമ്മളെ ഈ സുധീഷ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മളെ നിധിക്ക് കോൾ ചെയ്യുന്നത്. ഈ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാട്ടോ നമ്മളെ മോഹൻ സാറ് ക്ലീനിങ്ങിന് വന്ന ആളുമായിട്ട് വഴക്കടിക്കുന്നത്. താൻ എന്ത് പണിയാണ് കാണിക്കുന്നത്, തനിക്കൊക്കെ ജോലി തന്നവരെ വേണം ആദ്യം പറയാനെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ചൂടാവുന്നത്. ഫോണിലൂടെ നമ്മളെ സുധീഷ് ഇതാണ് കേട്ടോ കേൾക്കുന്നത്. സുധീഷ് ആണെങ്കിൽ തെറ്റിദ്ധരിക്കും, നിധിയുടെ അടുത്താണ് ഇങ്ങനെ ചൂടാവുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്. നിധി ആണെങ്കിൽ ആ സമയം അവിടെ
ഇങ്ങനെ വഴക്ക് അടിക്കുമ്പോൾ ഞാൻ എന്നാൽ പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യാട്ടോ. സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാ നിധി നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ നിധി കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അവിടെയുള്ള പ്രശ്നം സോൾവ് ചെയ്യുന്നത് അവിടുത്തെ ബോസാണ് കേട്ടോ. ബോസ് ആണെങ്കിലും ഈ മോഹൻ സാറിനോട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്ത് പണിയാടോ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്ക് പകരം ഈ ബോസാണ് അയാളോട് സോറി ഒക്കെ ചോദിക്കുന്നത്. കാരണം മോഹൻ സാർ എന്തായാലും ചോദിക്കില്ല എന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളോട് ചോദിക്കുന്നത്. അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവ് ആവും. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മളെ നിധിയാണെങ്കിൽ ഭയങ്കര പിടിപ്പത് പണിയിലാട്ടോ. അവൾക്ക് എന്തോ തീർക്കാനുള്ളത് പോലെ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ സുധീഷ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിന്റെ കോള് നമ്മളെ നിധി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും സുധീഷ് റിപ്പീറ്റ് ചെയ്ത് വിളിച്ചപ്പോൾ നിധിക്ക് ദേഷ്യം വന്നിട്ട് നിധി ഫോൺ സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓഫീസിലേക്ക് ഇടിച്ചു കയറി സുധീഷ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ വന്നിട്ട് അവിടെ പുറത്തിരിക്കുന്ന മാഡത്തിനോട് ചോദിക്കുന്നുണ്ട്, നിധി എന്ന് പേരുള്ള ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ആ ഉണ്ട്, അവരുടെ ഓഫീസ് അപ്പുറത്താണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓഫീസിൽ എത്തിയിട്ട് നമ്മൾ നിധി വർക്ക് ചെയ്യുന്ന അവിടെ വന്നിട്ട് സുധീഷ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ആരാ നിധി നിന്നോട് ചൂടായത്, എന്താ ഇവിടെ പ്രശ്നം, നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നിനക്ക് ജോലി തന്നിട്ട് നിന്നെ അപമാനിച്ചത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. ഇത് ആരാ പെട്ടെന്ന് പുറത്തുനിന്ന് വന്നിട്ട് നിധിയോട് ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മോഹൻ സാർ ആണെങ്കിൽ നിധിയുടെ ഓപ്പോസിറ്റ് ചെയറിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, ആരാ നിധി ഇത്, എന്തിനും ഓഫീസിൽ വന്ന് ഇങ്ങനെ മേനേഴ്സ് ഇല്ലാതെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുധീഷിന് ദേഷ്യം വന്നിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, ഓ അപ്പൊ നിങ്ങളാണല്ലേ നിധിയുടെ അടുത്ത് ചൂടായത്, നിധിക്ക് ജോലി തന്നത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞത് നിങ്ങളാണല്ലേ, സംഭവം ശരി, നിങ്ങൾ സാലറി കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഒരാളോട് ഇങ്ങനെയും പറയാൻ പറ്റുമോ, ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ചോ, എന്നാൽ ചോദിക്കാനൊക്കെ ആളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് അങ്ങ് ഭയങ്കരമായിട്ട് അധികാരത്തോട് കൂടിയിട്ട് ഈ മോഹൻ സാർ എടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിധി ആണെങ്കിൽ പേടിച്ച് ഭയങ്കര ഷോക്കായിട്ട് സുധീഷിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എത്ര പറഞ്ഞിട്ട് സുധീഷ് അവിടുന്ന് പോകുന്നില്ല കേട്ടോ. സുധീഷ് പുറത്തു പോകുന്നൊക്കെ നമ്മളെ നിധി ഇങ്ങനെ പറയുന്നുണ്ട്, എത്രയായിട്ടും പുറത്തു പോകുന്നില്ല. പിന്നെ അവിടുത്തെ ബോസ് വന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ്, എന്തിനാ അവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി പറയുന്നുണ്ട്, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നതാണ്, പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞയച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ അങ്ങോട്ട് പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങ് സുധീഷ് ചൂടായതിനു ശേഷം നിധി പിടിച്ചു വലിച്ച് പുറത്തേക്ക് സുധീഷിനെ കൊണ്ടുപോകുന്നുണ്ട്. പോകുന്നതിന്റെ ഇടയിലും സുധീഷ് ഇങ്ങനെയാണ് പറയുന്നത്, ഇനി മേലാൽ നിധിയുടെ അടുത്ത് ചീത്ത വിളിക്കാൻ പോകരുത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് സുധീഷിനോട് നമ്മളെ നിധി ചൂടാവുന്നുണ്ട്, എന്തിനാ ഇവിടേക്ക് വന്നത്, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, എന്നോട് ആര് ചൂടായെന്നാണ് സുധീഷ് പറയുന്നത്, ഞാനുമായിട്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അത് വേറൊരാളുമായിട്ട് ഉണ്ടായതാണ്, സുധീഷ് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, ഒന്നും അറിയാതെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. നിധി, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യേണ്ട ദയവ് വിചാരിച്ചിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇയാൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധീഷ് അവിടുന്ന് പോവുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ സുധീഷ് പോയി കഴിഞ്ഞതിന് ശേഷം നിധി വന്നിട്ട് എല്ലാവരോടും സോറി പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്നതാണ്, അയാൾ എൻ്റെ റിലേറ്റീവ് ആണ്, അപ്പോൾ എന്നെ ജോലിക്ക് വിടാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു, അപ്പോൾ എന്നെ ചീത്ത വിളിച്ചെന്ന് വിചാരിച്ച് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് തൻ്റെ ഭർത്താവാണെന്നോ കല്യാണം കഴിഞ്ഞ വിവരമോ നമ്മളെ നിധി എന്തായാലും ഓഫീസിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നമ്മളെ നിധി ഇപ്പോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അയാൾ എൻ്റെ റിലേറ്റീവ് ആണെന്ന്, സുധീഷ് ഉള്ള സമയത്തും അവിടെയുള്ള ആളുകൾ ചോദിച്ചിരുന്നു ഇതാരാണെന്നൊക്കെ, ആ സമയത്ത് നമ്മളെ നിധി ഇതിനുള്ള ഉത്തരം കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ സുധീഷിൻ്റെ മുന്നിൽ വെച്ച് റിലേറ്റീവ് ആണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെന്ന് പറയാനുള്ള ഒരു മടി കൊണ്ടായിരിക്കും സുധീഷ് പോയതിനു ശേഷം ഇങ്ങനെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിധി സുധീഷ് ശരിക്കും ആരാണെന്ന് പറയാൻ മടിച്ചതെന്നുള്ള കാര്യം നമുക്കൊരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഓഫീസിൽ അങ്ങനെ മാരേജ് കഴിഞ്ഞെന്ന് വിചാരിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നിട്ടും നമ്മളെ നിധി സത്യമൊന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും സുധീഷ് വന്നതിന്റെ പേരിൽ ഇനി എന്തായാലും അതിന്റെ പിന്നാലെ കുറച്ച് ബഹളങ്ങളൊക്കെ വീട്ടിലുണ്ടാവാൻ സാധ്യതയുണ്ട്. നിധിക്ക് എന്തായാലും സുധീഷ് വന്നത് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ നിധിക്ക് അങ്ങനെ ഓഫീസിൽ നിന്ന് ചീത്ത കേട്ടാൽ കൂടെ ഓഫീസിലേക്ക് സുധീഷ് വന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് സ്കൂളൊന്നും അല്ലാന്ന് അവിടെയുള്ള ആളുകളും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ഇത് സ്കൂളൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് നിധിയെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിധിയോട് ഇനി മേലാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഈ ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല എന്നും ബോസ് ഒരു വാർണിംഗും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ടപ്പോൾ നമ്മളെ നിധി കുറച്ചൊക്കെ ആൾ ടെൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ടെൻഷനും അതുപോലെ തന്നെ ആ ദേഷ്യമൊക്കെ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് സുധീഷിന്റെ അടുത്ത് തീർക്കാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ സുധീഷിന്റെ അടുത്ത് ഇനി നിധിയുടെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്നും പോരാത്തതിന് ഒരു ഹെൽപ്പും ഇനി തന്റെ ഭാഗത്തു നിന്ന് വേണ്ടാന്നൊക്കെ പറയാനും നിധി മടിക്കില്ല. കാരണം ഇന്നത്തെ ദിവസം
നിധി ഒരിക്കലും മറക്കില്ല. അത്രത്തോളം അവൾക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും. സുധീഷിന്റെ ഈ വരവ് നമ്മളെ നിധിയുടെ ജോലി വരെ ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിധിയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും സുധീഷ് ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്രത്തോളം നമ്മളെ സുധീഷിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം തന്നെയായിരുന്നു ഇത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി എന്തൊക്കെയാണ് ഈ കഥയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.